ചങ്ങനാശ്ശേരിയുടെ ഈ മണ്ണിൽ സീറോ മലബാർ സഭയുടെ ഈറ്റില്ലമായ ചങ്ങനാശ്ശേരിയിൽ വന്ന് സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നും ഈ സമുദായം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടത് എന്തുകൊണ്ടാണെന്നും നിങ്ങളോട് അല്പനേരം സംസാരിക്കാൻ ഈശോ അവസരം നൽകി എന്നതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഒരു കാര്യം ഞാൻ മുൻപേ പറയാം. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവരാണ്. അവർ വലിയ വരുന്നുണ്ട്. അവർക്ക് വഴിയൊരുക്കാൻ മാത്രമായി കടന്നു വന്ന ഒരു സ്നാപക യോഹന്നാൻ മാത്രമാണ് ഞാനെന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, കത്തോലിക്ക കോൺഗ്രസ് എന്ന സീറോ മലബാർ സഭയുടെ സമുദായ സംഘടന ഒക്ടോബർ 13 കാസർഗോഡ് നിന്ന് ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്ര ചങ്ങനാശ്ശേരിയിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റന്നാള് ഒക്ടോബർ 24 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ അവകാശ സംരക്ഷണ യാത്ര അവസാനിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികൾക്ക്, ഈ സമുദായ അംഗങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര നടത്തേണ്ടത് ആവശ്യമായിട്ട് വന്നത്? അതിനുള്ള ഉത്തരമാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മതേതരത്വ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ക്രൈസ്തവരുടെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് സർക്കാരിനെ സമർപ്പിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് അത് ഉടനടി പുറത്തുവിടുകയും സഭാ സമുദായ നേതൃത്വങ്ങളുമായിട്ട് ആലോചിച്ച് ഏറ്റവും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ക്രൈസ്തവരുടെ ക്ഷേമത്തിനായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുക. മൂന്നാമത്തേത്, വന്യമൃഗ ആക്രമണം തടയാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ സർക്കാർ അടിയന്തരമായി ആത്മാർത്ഥതയോടുകൂടെ നടപ്പിലാക്കുക. കേരളത്തിലെ കർഷക സമൂഹത്തെയും പൊതുസാമാന്യ ജനത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഭൂനിയമങ്ങൾ ജനസമൂഹത്തിൻ്റെ ന്യായത്തിനായി കൃത്യമായി പരിഷ്കരിച്ച് നടപ്പിലാക്കുക. കേരളത്തിലെ കർഷക സമൂഹം വലിയ രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം കാണുക. അവസാനമായി, ഈ ഭാരതത്തിൻ്റെ ഭരണഘടന ഈ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള അവകാശമായിട്ട് നൽകിയിരിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതോടൊപ്പം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവകാശങ്ങൾ സംരക്ഷിച്ച് ഈ ക്രൈസ്തവ സമൂഹത്തിന് ഭരണഘടന നൽകുന്ന ആ കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ നേടിത്തരിക. പ്രിയപ്പെട്ടവരെ, ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ 2 ഇവിടെയുള്ള സാമാന്യ ജനത്തെ, പൊതുസമൂഹത്തെ മുഴുവൻ ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിൽ 3 ഏറെ പ്രത്യേകമായി കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമുദായം ഏത് രീതിയിലാണ് അവകാശ നിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്നും ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
2021 ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ ജസ്റ്റിസ് JB കോശിയെ ചെയർമാനായി നിയോഗിച്ച് ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ഒരു പഠനം നടത്താനായിട്ട് കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷന് മുൻപിൽ കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സഭകളും, ഏറെ പ്രത്യേകമായി സീറോ മലബാർ സഭയിലെ മുഴുവൻ രൂപതകളും വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഈ സമുദായത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും ആ പഠന റിപ്പോർട്ടുകളെല്ലാം സമയബന്ധിതമായി കമ്മീഷന് മുൻപിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നത് നമുക്കാർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. കാരണം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ കമ്മീഷന് നൽകേണ്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 2021 സ്ഥാപിക്കപ്പെട്ട ആ കമ്മീഷൻ 2023 അവസാനത്തിൽ ആ റിപ്പോർട്ട് വളരെ കൃത്യതയോടുകൂടെ പഠിച്ച് അത് സർക്കാരിന് സമർപ്പിച്ചു. അത് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞ് ഇതാ 2025 ഒക്ടോബർ മാസമായിരിക്കുന്നു. ഇതുവരെയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുവാനോ ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാനോ സർക്കാർ സംവിധാനങ്ങൾ ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 284 നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് പഠനത്തിനായി ഈ കമ്മീഷൻ ആദ്യമേ തന്നെ നൽകിയിരുന്നു. സ്നേഹം നിറഞ്ഞവരെ, 50ഓളം പേജ് വരുന്ന ഈ നിർദ്ദേശങ്ങൾ ഒരു 4 തവണയെങ്കിലും ഞാൻ ഇരുന്ന് വായിച്ചു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും രാഷ്ട്രീയമായി പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സർക്കാരിന്റെ മുൻപിൽ വച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ നിർദ്ദേശങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ സമുദായത്തിന് ന്യായമായും ലഭിക്കേണ്ട അവകാശങ്ങൾ നമുക്ക് ലഭിക്കരുത് എന്ന് ചിന്തിക്കുന്ന ചില ഗൂഢലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവർ അവര് ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ തമസ്കരിക്കാൻ വളരെ ബോധപൂർവമുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് 4 വർഷം കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും ആ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു കൊണ്ടുവരാത്തത്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഭാരതത്തിൽ ക്രൈസ്തവർ ന്യൂനപക്ഷ അവകാശങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. അതിവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിയണം. അതിവിടെയുള്ള സാമാന്യ ജനസമൂഹം തിരിച്ചറിയണം. ഈ ക്രൈസ്തവ സമൂഹം ഒരു ന്യൂനപക്ഷം എന്ന നിലയിൽ ഈ രാജ്യത്തെ അവർക്ക് കഴിയുന്ന വിധത്തിൽ പുരോഗതിയിലേക്ക് കൈപിടിച്ചു നടത്തുക മാത്രമേ ഈ കാലം അത്രയും കൊണ്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഈ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ സാമൂഹിക ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കൊളോണിയലിസത്തിന്റെ അതിഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാൽ ഈ രാജ്യത്തിലെ സാമാന്യം ദുരിതമനുഭവിക്കുന്നു, അടിമത്തത്തിലാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് പൗരനായിരുന്ന ക്രിസ്ത്യാനിയായിരുന്ന A.O. ഹ്യൂം എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒന്നാമനായ A.O. ഹ്യൂം തൻ്റെ മുൻപിലുണ്ടായിരുന്ന
ഭാരതീയ ജനസമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ എക്കാലവും ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല, മറിച്ച് നിങ്ങൾ ഈ രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തോടെ ഈ രാജ്യത്തിലെ പൗരന്മാർ തിരഞ്ഞെടുക്കുന്ന നേതാക്കളെ അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രാജ്യത്തെ രാജ്യമാക്കി തീർക്കാൻ ഏറ്റവും ആദ്യം ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് ഈ ഭാരതീയർക്ക് ആദർശത്തിലൂടെ പറഞ്ഞു കൊടുത്ത ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ഈ ക്രൈസ്തവ സമൂഹം ഭാരതത്തിനും കേരളത്തിനും നൽകിയ സംഭാവനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആനി ബസന്റിലൂടെ തുടരുന്ന ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ 14 നേതാക്കൾ ബ്രിട്ടീഷ് ക്രിസ്ത്യാനികളായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തീയത എന്നും ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യന്റെ മൂല്യം, മനുഷ്യൻ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്നുള്ള ബോധ്യം, മനുഷ്യൻ അടിമത്തത്തിൽ കഴിയേണ്ടവനല്ല, മറിച്ച് അവൻ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം ആസ്വദിക്കേണ്ടതാണ് എന്നുള്ള ക്രിസ്തീയ മൂല്യബോധം എങ്ങനെയാണ് ബ്രിട്ടീഷ് പൗരന്മാരായിരുന്നിട്ട് പോലും എ.ഒ. ഹ്യൂം അടക്കമുള്ള ആദ്യകാലത്തിൻ്റെ കോൺഗ്രസ് നേതാക്കളെ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം ആസ്വദിക്കാൻ ഭാരതീയരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ക്രിസ്ത്യാനികൾ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിസന്ധികളിലാകുമ്പോൾ, രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ പല വിഷയങ്ങളിൽ ബോധപൂർവം ക്രൈസ്തവ സമുദായത്തെ പ്രതിസന്ധികളിലാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സുകളിൽ വന്ന് നിറയുന്ന ചില കമൻറ്റുകളുണ്ട്. യൂറോപ്യൻസിൻ്റെ, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയിട്ടല്ലേ നിങ്ങൾ ഇവിടം വരെ എത്തിയത് എന്ന്. ചരിത്രം തുറവിയോടെ സത്യസന്ധതയോടുകൂടെ പരിശോധിച്ചാൽ ഈ ക്രൈസ്തവ സമൂഹം ഈ ഭാരതത്തിന് നൽകിയ സംഭാവനകൾ, ഭാരതത്തിൻ്റെ ദേശീയതയ്ക്ക് നൽകിയ സംഭാവനകൾ അത് നിസ്സാരമാണ് എന്ന് വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയും പറയില്ല. കാരണം നമ്മളെല്ലാവരും ഏറെ അഭിമാനത്തോടു കൂടി അംഗീകരിക്കുന്ന ഡോക്ടർ ശശി തരൂരിൻ്റെ, അദ്ദേഹം നടത്തിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഈ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഭാരതത്തിന്, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തിന് ഈ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകൾ എന്തായിരുന്നു എന്നുള്ളത്. ഉച്ചനീചത്വങ്ങളുടെ അതിപ്രസരത്തിൽ, അടിമത്തത്തിൽ, ജാതീയതയുടെ ഏറ്റവും കിരാതമായിട്ടുള്ള സാമൂഹിക സാഹചര്യം നിലനിന്നിരുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിൽ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ആശയത്തിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പുലയനെയും പറയനെയും സവർണനെയും അവർണനെയും ഒരുമിച്ച് ഒരു കുടിലിരുത്തിക്കൊണ്ട് അവർക്ക് വിദ്യ നൽകിയതിൽ നിന്ന് ആരംഭിച്ചതാണ് ക്രൈസ്തവർ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സാമൂഹിക വിപ്ലവം, സാമൂഹിക പരിഷ്കരണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ മാതൃക നിറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്ന് പാഠപുസ്തകങ്ങളിലൂടെയൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞ് വച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനിയായിട്ടുള്ള ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് ചാവറ പിതാവിന് ഏകദേശം 55 വയസ്സുള്ളപ്പോഴാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇങ്ങനെയുള്ള ചില സത്യങ്ങളെല്ലാം
തമസ്കരിക്കപ്പെടുന്നു. ബോധപൂർവം അസത്യങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിറയ്ക്കുന്നു. പക്ഷേ ക്രൈസ്തവ സമുദായം ഒരിക്കലും തങ്ങളെന്തെങ്കിലും ഈ നാടിന് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിങ്ങനെ മൈക്ക് കെട്ടി കൊട്ടിഘോഷിക്കുന്ന സ്വഭാവം ഈ ക്രൈസ്തവ സമുദായത്തിന് ഇല്ലാതിരുന്നത് കൊണ്ട് അത്തരം അവകാശവാദങ്ങളുമായി ഇന്നേ വരെ ക്രൈസ്തവ സമുദായം എവിടെയും പോയിരുന്നില്ല. എന്നാൽ ഇന്ന് എന്താണ് നിങ്ങൾ ക്രിസ്ത്യാനികൾ ഈ നാടിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി ചെയ്തത് എന്ന് നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദ്യമുയർത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് നമുക്ക് ഈ സത്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിച്ചേ മതിയാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ നടപ്പിലാക്കപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കാരണം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്താണെന്നറിയുമോ? ഈ നാട്ടിലെ ക്രൈസ്തവരുടെ സംഭാവനകൾ, ക്രൈസ്തവരായിട്ടുള്ള ദേശീയ നേതാക്കളുടെയും ഈ സംസ്ഥാനത്ത് നിന്ന് രൂപീകരിക്കപ്പെട്ടുള്ള നേതാക്കളുടെയും, ബാരിസ്റ്റർ ജോർജ് ജോസഫ്, അക്കാമ ചെറിയാൻ, ടൈറ്റസ് തേവർത്തുണ്ടിയിൽ പോലെയുള്ള ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നേതാക്കളുടെയും ഒക്കെ ചരിത്രവും ഇവിടെയുള്ള സാമൂഹിക പരിഷ്കരണത്തിന്റെ ഏറ്റവും കാതലായ ക്രൈസ്തവ സംഭാവനകളുടെ ചരിത്രവും അത് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കണം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞിരിക്കുന്നു, ടൂറിസം വകുപ്പിനോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഈ നാട്ടിൽ ക്രൈസ്തവ സമുദായത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സംഭാവനകൾ വിളിച്ചോതുന്നതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിന് കീഴിൽ ഈ സമുദായത്തിന്റെ ചരിത്രവും ഈ സമുദായത്തിന്റെ സംസ്കാരവും അത് പഠന വിഷയമാക്കുന്ന കേന്ദ്രങ്ങൾ സർക്കാരിന്റെ ഫണ്ടോടുകൂടെ രൂപീകരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരന് അടിമവേല ചെയ്തവർ എന്ന് ഏതെങ്കിലുമൊക്കെ നിക്ഷിപ്ത താല്പര്യക്കാരും മതവർഗീയവാദികളും ക്രൈസ്തവരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല എന്ന സത്യസന്ധമായിട്ടുള്ള ചരിത്രം ഈ സർക്കാർ ഇവിടെ പ്രഘോഷിക്കണമെങ്കിൽ, അത് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തീരണമെങ്കിൽ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നേ മതിയാകൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇലക്ഷൻ എടുക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലുമൊക്കെ പട്ടിക്ക് എല്ലും കഷ്ണം ഇട്ടുകൊടുക്കുന്നത് പോലെ ഇട്ടുകൊടുത്താൽ അവർ വോട്ട് ചെയ്തുകൊള്ളുമെന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് നമ്മളുടെ ശാപം എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ കാലാകാലങ്ങളായി നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളോട് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിത്തരുന്നെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയുള്ളൂ എന്ന് ഉറക്കെ പറയാൻ ഈ സമുദായത്തിന് കൂട്ടായ്മയുടെ ശക്തി ഉണ്ടായി തീരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. 2 തവണ അടുപ്പിച്ച് അധികാരത്തിൽ കയറിയ ഒരു സർക്കാർ ഇവിടെയുണ്ട്. ആ സർക്കാരിന്റെ ആദ്യകാലത്ത് ആദ്യ സർക്കാരിന്റെ അവസാന ഭാഗത്താണ് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. ഇതാ ആ സർക്കാർ അതിന്റെ 2ാം ഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതായത് കുറഞ്ഞത് 6 വർഷമെങ്കിലും കഴിയുന്നു. ഇരട്ടച്ചങ്കനെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കില്ലേ? അദ്ദേഹത്തിന്റെ ചങ്കെന്താ ബലൂണ് കാറ്റ് വീർപ്പിച്ചതുപോലെയുള്ള ഒരു ചങ്കായി പോയോ? എന്തേ അദ്ദേഹത്തിന് ആർജവമില്ലാതെ പോകുന്നത്? ഈ റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവരാൻ, പുറം ലോകത്തെ കാണിക്കാൻ. ഞാൻ പറയും, നാട്ടുകാരുടെ മുൻപിൽ ഇരട്ടച്ചങ്കൻ എന്ന പേര് വിളിയോട് കൂടെ നടന്നിട്ട് കാര്യമില്ല.
കേരളത്തിന്റെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ധൈര്യമുള്ളവനാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഈ ക്രൈസ്തവ സമുദായത്തെ ഇനിയും ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാതെ വഞ്ചിക്കാതെ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് ഈ ക്രൈസ്തവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ്. അതല്ലാത്ത ചങ്കുകളെല്ലാം വെറും ജൽപ്പനങ്ങളുടെ കേളികൊട്ടുകൾ മാത്രമാണ് എന്ന് ഇനി മുതൽ അവരുടെയൊക്കെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടവും ആർജവത്വവും നമ്മൾ കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കാലാകാലങ്ങളായി ക്രൈസ്തവ സമുദായം കണ്ണടച്ച് വോട്ട് ചെയ്തിരുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയുണ്ട് നമുക്ക്. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം? എന്താണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം? ഒരു സർക്കാർ ഭരണതലത്തിൽ ഇരിക്കുമ്പോൾ അവര് ഈ ജനത്തിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് കണ്ടാൽ ആദർശത്തോടുകൂടി, ആദർശശുദ്ധിയോടുകൂടെ അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഇവിടെ ഒരു പ്രതിപക്ഷമുള്ളത്. അല്ലയോ പ്രതിപക്ഷമേ, നിങ്ങൾ ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? നിങ്ങൾ ചത്തുപോയോ പ്രിയപ്പെട്ടവരെ? ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമുദായം കഴിഞ്ഞ 3 വർഷക്കാലമായി നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് JP കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഒന്ന് ഉരിയാടാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നിങ്ങളാണോ ഞങ്ങൾ ക്രിസ്ത്യാനികളോട് ഇതാ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് വോട്ട് തേടി ഞങ്ങളുടെയൊക്കെ ഈ വാതിൽപ്പടിക്കലേക്ക് മുട്ടി വിളിക്കുന്നത്? ഭരിക്കുന്നവരോടും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരോടും ഈ ജനസമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും കാലം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനി അവരുടെ വോട്ട് അതിൽ കുറെ എണ്ണം ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഇടതുപക്ഷം അങ്ങോട്ട് ഉറപ്പിച്ചു. ഈ ഭാഗം അത് ഞങ്ങൾക്കുള്ളതാണ് എന്ന് വലതുപക്ഷം അങ്ങ് ഉറപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ വോട്ട് നാരായണത്ത് ഭ്രാന്തന്റെ മന്ദകാല് പോലെയായിപ്പോയി. നാരായണത്ത് ഭ്രാന്തന് ഓരോ തവണ വരം കിട്ടിയപ്പോഴും ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിലേക്കും വലതുകാലിലെ മന്തെടുത്ത് ഇടതുകാലിലേക്കും വെച്ചതുപോലെ ഓരോ 5 വർഷം കൂടുമ്പോഴും ജനാധിപത്യത്തിൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്ന ഈ പ്രജകളുടെ അവകാശ വിനിയോഗത്തിൻ്റെ, അധികാര വിനിയോഗത്തിൻ്റെ സമയത്ത് ക്രിസ്ത്യാനികൾ ഒന്നുകിൽ ഇടതുപക്ഷത്തിനോ അതല്ലെങ്കിൽ വലതുപക്ഷത്തിനോ എന്നുള്ളത് അങ്ങ് തീരുമാനിച്ചുകൊള്ളും. അതുകൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഇവരെന്നും അടിമകളായി കൂടെ നിന്നുകൊള്ളുമെന്ന് ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വിചാരിക്കുന്നുണ്ട് എങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ സമുദായ സംഘടനയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇനി കാര്യങ്ങൾ പഴയതുപോലെ ആയിരിക്കില്ല. ഇനി കാര്യങ്ങൾ പഴയതുപോലെ ആയിരിക്കില്ല. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിഷയാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഈ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഉയരുന്ന കയ്യടി അത് കേവലം പ്രസംഗത്തിൻ്റെ ഈ ആവേശത്തിൽ നിന്ന് ഉയരുന്നതല്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ കത്തോലിക്ക കോൺഗ്രസ് അങ്ങ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഈ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത്
ഈ നാടിന് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകാൻ ഇന്നും കെൽപ്പുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കലിൻ്റെ ആദ്യഘട്ടമാണ് എന്ന് ഒരിക്കൽ കൂടി ഗൗരവത്തോടു കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, 1950 ഭാരതത്തിന് ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ഭരണഘടന രൂപീകരിക്കപ്പെട്ട് 75 വർഷം പൂർത്തിയാകുമ്പോൾ ഇതിനോടകം തന്നെ എത്രയോ രാജ്യങ്ങൾ നിലം പതിച്ചിരിക്കുന്നു, എത്രയോ ഭരണഘടനകൾ താഴെ പോയിരിക്കുന്നു. പക്ഷേ ഈ ഭാരതത്തിൻ്റെ ഭരണഘടന അതിൻ്റെ എല്ലാ മഹത്വവും നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും അവകാശം എന്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അവൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് മുൻപിൽ നിലയുറച്ചു നിൽക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ അവകാശ സംരക്ഷണ യാത്രയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ രാജ്യത്തിൻ്റെ മതേതരത്വ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള മൂല്യങ്ങളിൽ ഒന്നാണ് മതേതരത്വം. എന്താണ് മതേതരത്വം? ഭാരതത്തിൻ്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മൂല്യവത്തായിട്ടുള്ള ഒരു സംസ്കാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മതനിരാസമല്ല, അത് മതങ്ങളെയെല്ലാം ഉൾച്ചേർക്കുന്നതും മതങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് നിർത്തുന്നതുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ യൂറോപ്പിലേക്കൊക്കെ കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫ്രാൻസിലൊക്കെയുള്ള മതേതരത്വം അത് മതനിരാസമാണ് എന്ന് നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ ഭാഗമായി കടന്നു വന്ന മതങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ഭരണഘടന തത്വം. പക്ഷേ ഭാരതത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ പ്രതിധ്വനിയാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ പരിസരങ്ങളെ നമ്മൾ വിലയിരുത്തി കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്: ലോകത്തിന് മുഴുവൻ മാതൃകയായ ഭാരതത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവീഴ്ത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം ഭാരതത്തിൻ്റെ ദേശീയ രാഷ്ട്രീയം അത് ഇന്ന് മത പ്രീണനത്തിൻ്റെയും മതാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെയും ചിന്താധാരകളാൽ വലിയ രീതിയിൽ അപകടകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾക്ക് ചികഞ്ഞെടുക്കാൻ കഴിയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സുകളിലാണ്. നമ്മൾ ഗൂഗിളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സുദീർഘമായിട്ടുള്ള ചർച്ചകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്ക് അഭിമാനം തോന്നും ഈ ഭരണഘടനാ ശില്പികളെ ഓർത്ത്. അവരുടെ ദീർഘവീക്ഷണം, അവരുടെ ചേർത്ത് നിർത്തലിൻ്റെ ആത്മീയ ബോധ്യതലങ്ങൾ, അതൊക്കെ ഈ ഭരണഘടനാ ഡിബേറ്റ്സിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ വലിയ ഒരു ചോദ്യം ഉയർന്നു വന്നു. ആ ചോദ്യം ഇതായിരുന്നു: ഈ രാജ്യത്ത് ഇലക്ഷൻ സമയമാകുമ്പോൾ മത അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾക്ക് സംവരണം നൽകണമോ? മത അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾക്ക് സംവരണം നൽകണമോ? ക്രൈസ്തവരെ പ്രതിനിധീകരിച്ച് അതിലേറ്റവും പ്രധാനിയായിട്ട് ഈ ഡിബേറ്റിൽ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഗോവൻ വംശജനായിരുന്ന
ജെറോം ഡിസൂസ എന്ന ജെസ്യൂട്ട് വൈദികനാണ്. അദ്ദേഹം അതിനിർണായകമായിട്ടുള്ള സ്വാധീനം ഈ ഭരണഘടനാ രൂപീകരണത്തിൽ ചെലുത്തിയിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്താണ് ഭാരതത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം നിങ്ങളോട് പറയുന്നത്. ഈ ജെറോം ഡിസൂസ എന്ന വൈദികൻ തൻ്റെ ആശയം ഇപ്രകാരം അവിടെ മുന്നോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഭാരതം ഇതിനോടകം തന്നെ മതത്തിൻ്റെ പേരിൽ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ഈ ഭാരതത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ വീണ്ടും മതമെന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഘടകമായിട്ട് തീർന്നാൽ ഈ രാജ്യം വീണ്ടും കമ്മ്യൂണൽ വയലൻസുകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ രാജ്യം വർഗീയമായിട്ട് ചിതറിക്കപ്പെടും. ഈ രാജ്യം മതപരമായിട്ട് ചിതറിക്കപ്പെടും. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഈ ഇലക്ഷൻ പ്രക്രിയയിൽ യാതൊരു കാരണവശാലും മതപരമായിട്ടുള്ള സംവരണം ഒരു മതവിഭാഗത്തിനും നൽകരുത്. മറിച്ച് ജെറോം ഡിസൂസ എന്ന ഈ വൈദികൻ അവിടെ ഒരാശയം പങ്കുവച്ചു. എന്നാൽ ഈ രാജ്യത്തിൽ വലിയൊരു അപകടമുണ്ട്. ഈ രാജ്യം വലിയ രീതിയിൽ ജാതീയതയുടെ അതിപ്രസരത്താൽ ഉഴലുന്ന വലിയ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമാണ്. അതുകൊണ്ട് ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന അടിസ്ഥാന വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം ഭരണഘടന ഉറപ്പ് നൽകണം. അങ്ങനെ ഈ ഭരണഘടന പട്ടികജാതി പട്ടികവർഗം എന്ന വിഭാഗങ്ങളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇലക്ഷൻ സമയത്ത് അവരെ ഈ നിയമനിർമ്മാണ സഭകളിൽ പ്രാതിനിധ്യത്തോടുകൂടെ എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രത്യേകമായിട്ടുള്ള റിസർവേഷൻ പോളിസി അനുവദിച്ചു നൽകി. ഇന്നും ഇലക്ഷൻ സമയത്ത് അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സംവരണം മാറ്റിവെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾ ഭാരതത്തിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന വർഗത്തെ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ ഒരു ഭരണഘടനയിൽ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് സംവരണത്തിൻ്റെ ശക്തമായിട്ടുള്ള ആശയം പങ്കുവച്ച ഒരു സമൂഹമാണ് ഈ ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഈ ജെറോം ഡിസൂസ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി പറഞ്ഞു. അതെന്തായിരുന്നെന്നറിയുമോ? ഈ ജനാധിപത്യ രാജ്യത്ത് വലിയ ഒരു അപകടം സംഭവിക്കും. അത് ഭരണഘടനാ ശില്പികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അവരുടെ വലിയ ആശങ്ക പ്രകടിപ്പിച്ച ഒരു കാര്യമാണ്. അതായത് ജനാധിപത്യം, ഡെമോക്രസി എന്ന് പറയുന്നത് ഈ ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും അത്യുദാത്തമായ ഒന്നൊന്നുമല്ല. കമ്പാരിറ്റീവ്ലി ഏറ്റവും നല്ലത് എന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭരണ പ്രക്രിയയാണ്. അതിൻ്റെ ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ ജനാധിപത്യത്തിലൂടെ കടന്നു വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ ഒരു നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നിയമവ്യവസ്ഥിതിയുടെ മുൻപിൽ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ആശയം നിലനിൽക്കുന്നത് കൊണ്ട് ഭരണാധികാരികളും സാധാരണ പൗരനും നിയമത്തിന് മുൻപിൽ തുല്യ അവകാശമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യം എന്ന ആശയം മഹോത്തരമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലുമൊക്കെ പ്രത്യേക വിഭാഗങ്ങൾ, അത് മതമായിക്കൊള്ളട്ടെ, ജാതിയായിക്കൊള്ളട്ടെ, ഭാഷയായിക്കൊള്ളട്ടെ, വർണ്ണമായിക്കൊള്ളട്ടെ, വർഗമായിക്കൊള്ളട്ടെ, ഏതെങ്കിലുമൊക്കെ പ്രത്യേക വിഭാഗങ്ങൾ സംഘടിതരാവുകയും അങ്ങനെ സംഘടിതരായിക്കൊണ്ട് അതൊരു വോട്ട് ബാങ്കായിട്ട് മാറുകയും ചെയ്താൽ ഈ ജനാധിപത്യം അതിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും. ജനാധിപത്യത്തിന് മേൽ അരാജകത്വത്തിൻ്റെ
കൂരിരുൾ വന്ന് നിറയും. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ രാഷ്ട്രീയ പരിസരം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഭരണഘടനാ ശില്പികൾ പറഞ്ഞു വെച്ച ഈ അപകടം ഇന്ന് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ മതേതരത്വത്തിന് വിള്ളലേൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യം ഏതെങ്കിലും ഒരു മതസമൂഹത്തിൻ്റെതാണ് എന്നും ഈ രാജ്യത്തിന്റെ സംസ്കാരം ഏതെങ്കിലും ഒരു മതസമൂഹത്തിൻ്റെതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് നേടി വിജയിക്കുന്ന ഒരു സർക്കാർ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിഞ്ഞുകൊള്ളുക, ഈ രാജ്യത്തിന്റെ മതേതരത്വം വലിയ രീതിയിൽ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവർക്ക് ഒരു ധർമ്മമുണ്ട്. ക്രൈസ്തവർക്ക് ക്രിസ്തു നൽകിയ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് സത്യം ധീരതയോടുകൂടെ പ്രഘോഷിക്കുക എന്നുള്ളതും തിന്മയ്ക്കെതിരെ സന്ധി ചെയ്യാത്ത പ്രതിരോധം തീർക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് സത്യം എന്താണെന്ന് പൊതുസാമാന്യത്തെ ബോധ്യവൽക്കരിക്കാനും തിന്മ എന്താണെന്ന് ഭയം കൂടാതെ വിളിച്ചു പറയുവാനും സാധിക്കുന്നവനാകണം ക്രിസ്ത്യാനി, സാധിക്കുന്നവരാകണം ക്രിസ്ത്യാനികളെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കരണത്തടിക്കുന്നവന് മരകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ക്രിസ്തു തൻ്റെ പീഡാസഹന യാത്രയുടെ നിമിഷങ്ങളിൽ ഒരു പടയാളി തൻ്റെ ഒരു കരണത്തടിച്ചപ്പോൾ, സഹോദര, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് ചോദിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വലിയ രീതിയിലുള്ള ഭരണഘടനാ വിരുദ്ധ പ്രവണതകൾ ശക്തിപ്പെടുമ്പോൾ അവിടെ ക്രിസ്ത്യാനിക്ക് ചോദിക്കാൻ സാധിക്കണം, ഈ ഭരണഘടന തെറ്റിലേക്ക് വീണു പോകുന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണെന്ന് ആർജവത്വത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ന്യൂനപക്ഷ അവകാശം. 6 പ്രഖ്യാപിത മതന്യൂനപക്ഷങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജനസംഖ്യയിൽ തുലോം ശുഷ്കമായ ഒരു ജനസമൂഹമാണ് ഭാരതത്തിലെ ക്രൈസ്തവർ. കേവലം 2.5% മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. അത് കേരളത്തിൻ്റെ പരിസരങ്ങളിലേക്ക് വരുമ്പോൾ അത് ഏകദേശം 18% എന്നുള്ളതാണ് നമുക്ക് സർക്കാർ തലങ്ങളിൽ നൽകുന്ന കണക്ക്. സ്നേഹം നിറഞ്ഞവരെ, ഈ രാജ്യത്ത് ക്രൈസ്തവർ ഒരു ന്യൂനപക്ഷമാണോ? ഈ രാജ്യത്ത് ക്രൈസ്തവർ ഒരു ന്യൂനപക്ഷമാണെന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ? അല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ തങ്ങളുടെ വിശ്വാസം പ്രഘോഷിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെയുള്ള ക്രൈസ്തവർ, വൈദികർ, സന്യസ്തർ, പ്രേക്ഷിതർ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളോട്, രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഭയം കൂടാതെ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കുന്നു എന്ന് ഞങ്ങളോട് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളിൽ, നിങ്ങളുടെ ആദർശങ്ങളിൽ ഈ ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണോ? ഈ കേരള സംസ്ഥാനത്ത് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണോ? ആണോ? ആണെന്ന് ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ? എക്കാലവും പുലർത്തിയ മൗനത്തെ ഭഞ്ജിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തോടെ അവകാശത്തിന് വേണ്ടി പോരാടാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ഈ രാജ്യത്തെ അടിമപ്പെടുത്തിയതിലും കിരാതമായ അടിമത്തത്തിലേക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ വന്നു ചേരുമെന്ന് പ്രവാചക ദൗത്യം എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകളോടുകൂടെ
ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അനീതി നേരിടുമ്പോൾ ഉറച്ച ശബ്ദത്തോടു കൂടി അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയണം. അത് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണെന്ന് തോന്നലുണ്ടാകണമെങ്കിൽ ക്രിസ്ത്യാനി അങ്ങ് ഛത്തീസ്ഗഡിൽ, നോർത്ത് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടണം. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമാണെന്ന് എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാകണമെങ്കിൽ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടണം, കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ നാളുകളിൽ ഛത്തീസ്ഗഡിൽ നമ്മളുടെ സന്യാസിനിമാർ ആക്രമിക്കപ്പെട്ടു. എന്ത് സ്നേഹമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് നമ്മളോടുള്ളത്. കാലാകാലങ്ങളായി നമ്മളെ തിരഞ്ഞെടുത്ത് വിജയിപ്പിച്ചവരായതുകൊണ്ട് നമ്മളോട് അവർക്ക് വലിയ കൂറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് അവർക്ക് വലിയ കൂറാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള റോജി എം ജോണും അതേപോലെ തന്നെ ഹൈബി ഈഡനും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഒക്കെ ഇവിടുന്ന് രാത്രിക്ക് രാത്രി അങ്ങ് ഛത്തീസ്ഗഡിന് വണ്ടി കയറി, ഫ്ലൈറ്റ് കയറി അവിടെ എത്തി. എന്നിട്ട് ഈ ഹൈബി ഈഡൻ നമ്മളുടെ രാജ്യസഭയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനപ്രതിനിധികൾ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നിടത്ത് ആവേശത്തോടെ നല്ല പച്ച മലയാളത്തിൽ ക്രൈസ്തവരുടെ അവകാശത്തിന് വേണ്ടി ഘോരഘോരം വാദിച്ചു. അഭിമാനത്തോടെ ഞാൻ ഹൈബി ഈഡനെയും റോജി എം ജോണിനെയും അതേപോലെ തന്നെ ജോൺ ബ്രിട്ടാസിനെയും മുക്തകണ്ഠം പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് നമുക്ക് നല്ല ഒരു കയ്യടി കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇതേ റോജി എം ജോണിന്റെയും ഹൈബി ഈഡന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും മൂക്കിന്റെ താഴെ കഴിഞ്ഞ 4 ആഴ്ചകൾക്ക് മുൻപ് 15ഓളം സന്യാസിനികൾ താമസിക്കുന്ന സന്യാസ ആശ്രമത്തിലേക്ക് രാത്രിക്ക് രാത്രി 70ഓളം വരുന്ന അക്രമകാരികൾ കടന്നു വന്ന് അവിടെയുള്ള ദൈവവചനം എഴുതി വെച്ച മതില് തകർത്ത് അവിടെ അനധികൃത നിർമ്മിതികൾ രൂപീകരിച്ചപ്പോൾ എവിടെ പോയിരുന്നു റോജി എം ജോൺ? എവിടെ പോയിരുന്നു ജോൺ ബ്രിട്ടാസ്? എവിടെ പോയിരുന്നു ഹൈബി ഈഡൻ എന്ന് ഞാൻ ചോദിച്ചില്ലെങ്കിൽ ക്രിസ്തു എനിക്ക് നൽകിയ ധാർമ്മിക ബോധ്യത്തെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോക്കറ്റിലിട്ട് ചുരുട്ടിക്കൊണ്ട് നടക്കുന്ന വിലയില്ലാത്ത പുരോഹിതനായിട്ട് മാറ്റപ്പെടുമെന്നുള്ള ഒരു കുറ്റബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഈ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ ഞാൻ വീണ്ടും ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യം ഞാൻ ചോദിച്ചേ തീരൂ. എറണാകുളത്ത് സെയിന്റ് റീത്ത സ്കൂളിൽ ഒരു കന്യാസ്ത്രീ ന്യൂനപക്ഷ അവകാശം എന്താണെന്ന് കൃത്യതയോടുകൂടെ തിരിച്ചറിഞ്ഞതിൻ്റെ പേരിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും നൽകാതെ ആ കന്യാസ്ത്രീയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സംഖ്യപ്പട്ടം ചാർത്തിക്കൊണ്ട് കാക്കി ടൗസർ ധരിപ്പിച്ച് വെള്ള ഷർട്ട് ഇടിപ്പിച്ച് ഈ വെയില് ധരിച്ച പാവപ്പെട്ട സന്യാസിനിയുടെ മുഖം അവിടെ വെട്ടിയൊട്ടിച്ച് ഈ മത തീവ്രവാദികൾ ഇവിടെ രാക്ഷസ സമാനമായിട്ടുള്ള വൈരം തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ പോലും ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിനെ അപലപിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഓരോ ദിവസവും കടന്നു വരാൻ പോകുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുതലെടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ക്രിസ്ത്യാനിയെയും ഇവിടെയുള്ള മുസൽമാനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച്
ആ ചോര കുടിച്ചുകൊണ്ട് രാഷ്ട്രീയം അവർക്ക് അധികാരം കൈയടക്കാൻ വേണ്ടി ഇവിടെയുള്ള ഭരണപ്രതിപക്ഷങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി അടങ്ങുന്ന ഭരണപക്ഷം ഇവിടെ ക്രൈസ്തവ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ഇവിടെയുള്ള പൊതുസമൂഹത്തെയും വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറന്നുപോകരുത്. എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ കാണിക്കുന്ന ധൈര്യം കേരളത്തിലെ ക്രൈസ്ത്യാനികളും കേരളത്തിലെ കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകുന്നില്ല? കാരണം എന്താണെന്നറിയുമോ? ഇലക്ഷൻ എടുക്കുമ്പോൾ ക്രിസ്ത്യാനിയുടെ ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്കും വലതുകാലിലെ മന്ത് ഇടതുകാലിലേക്കും സ്വാഭാവികമായി അങ്ങ് മാറിക്കൊള്ളുമെന്നുള്ള അവരുടെ ആത്മവിശ്വാസമാണ് അതിന് പിന്നിലുള്ള കാരണമെന്നത് നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഒരു കന്യാസ്ത്രീ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം തിരിച്ചറിയണം. ജെറോം ഡിസൂസ എന്ന ജസ്യൂട്ട് വൈദികൻ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഒരു അവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 29, 30, 31, 32കളിലൂടെ എഴുതി ചേർത്ത് വെച്ച അതിപ്രധാനമായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശമാണ് ന്യൂനപക്ഷ അവകാശം. ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിന് അവർക്ക് അവരുടെ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനും പരസ്യമായി ക്രിസ്തീയത ഏറ്റുപറയുവാനുമുള്ള അവകാശം. ആ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള അവകാശമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനുള്ള അവകാശം. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കണമെന്ന് ഇവിടെയുള്ള ന്യൂനപക്ഷ വകുപ്പ് തിരിച്ചറിയണം. വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചറിയണം. ഈ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രതിപക്ഷങ്ങൾ തിരിച്ചറിയണം. ഭരണഘടന വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ന്യൂനപക്ഷ അവകാശത്തിന്മേൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം. എന്തിനു വേണ്ടി? അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും അവരുടെ സംസ്കാരവും അവരുടെ പാരമ്പര്യവും അവരുടെ ചരിത്രവും അവരുടെ ഭാഷയും ആ സ്ഥാപനങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടി ക്രൈസ്തവരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് കൃത്യമായിട്ട് പകർന്നു കൊടുത്ത് അവരുടെ ക്രിസ്തീയ അസ്തിത്വത്തെ ഈ ജനാധിപത്യ രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങനെ അവകാശമുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും മതത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെയോ അകറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന തീവ്രവാദ സംവിധാനത്തിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഈ സെയിന്റ് റീത്ത സ്കൂളിലേക്ക് ഒരു പെൺകുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു അജണ്ടയോടുകൂടെ സ്ഥാപിത താല്പര്യക്കാർ കടന്നു വന്നപ്പോൾ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് വഴിവെച്ചു എന്നുള്ളത് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഈ സത്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാനിത് പറയുകയാണ്. ഈ കേരളത്തിൽ യൂണിഫോം എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പിലാക്കിയത് ക്രിസ്ത്യാനികളാണ്. ചാവറ പിതാവ് ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്ത് പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്നവർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ പേരിൽ വേർതിരിവുണ്ടാകരുതെന്ന് കണ്ട് സ്ഥാപിച്ചതാണ് യൂണിഫോം. ആ യൂണിഫോം സിസ്റ്റമാണ് ഇന്ന് ഈ ആധുനിക സമൂഹം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണെന്നറിയുമോ? യൂണിഫോം അവരെ ഓർമ്മിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾ ഉള്ളവരല്ല അവരെന്നും, മറിച്ച് അവരെല്ലാവരും തുല്യരാണെന്നുമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ന് നിർബന്ധിതമായിട്ടുള്ള മതചിഹ്നങ്ങൾ യൂണിഫോമിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നവർ മതേതരവാദികളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. യൂണിഫോം നിലനിൽക്കുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ യൂണിഫോം സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെ വർഗീയവാദികളെന്നും മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നവരെന്നുമൊക്കെ ആരെങ്കിലുമൊക്കെ സ്ഥാപിത താല്പര്യങ്ങളോടെ പറഞ്ഞു വെക്കുമ്പോൾ
എന്താണ് ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തെ പ്രഘോഷിക്കാൻ നമുക്കൊരോരുത്തർക്കും കഴിയും.